സോ വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ നേരത്തെ എടുത്ത പോർഷൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സോ കഴിഞ്ഞ ഇൻ്റർവ്യൂസിൽ നമ്മളിവിടെ നിർത്തിയത് നമ്മൾ ഈ ഗേറ്റ് വേ ഓഫ് ടൈലിലാണ് നിർത്തിയത് അല്ലേ. ഗേറ്റ് വേ ഓഫ് ടൈലിലെ കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി പിടിക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മെയിൻ ഹെഡിങ് എന്താണ്, ഈ കാണുന്ന വൗച്ചേഴ്സാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഈ പറഞ്ഞ വൗച്ചേഴ്സ് ആയിരിക്കും. സോ വൗച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടോപ്പിക് ജസ്റ്റ് വൗച്ചേഴ്സിനകത്ത് കയറി തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, വൗച്ചേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ടാലിയിലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ കമ്പനി സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്, കമ്പനീസ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എഫിലോൺ ഇൻ്റർഫേസ് അല്ലെങ്കിൽ കമ്പനി ഫീച്ചേഴ്സിൻ്റെ ഒരു സ്ക്രീൻ വരും എന്ന് പറഞ്ഞു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഏത് ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ എഫിലോൺ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. അതായത് ഫംഗ്ഷൻ F11, നമ്മുടെ കീബോർഡിലെ F11 എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ അപ്പ് ആയി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിരുന്നു. സോ ഈ F11 എന്ന് പറഞ്ഞാൽ എന്താണ്, ടാലിയിലെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ്, അല്ലെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് എന്ത് കൊടുക്കാം, യെസ് കൊടുക്കാം. കോസ്റ്റ് സെൻറ്റേഴ്സിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഫീച്ചർ യെസ് ആക്കി കൊടുത്താലേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ കാണുന്ന F11 ഫീച്ചേഴ്സ്. ഈ F11 ഫീച്ചേഴ്സ് കൂടാതെ നമുക്കൊരു കോൺഫിഗറേഷനാണ് ടാലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ F11 ഫീച്ചർ ഏത് ഇൻ്റർഫേസിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താലും സെയിം തന്നെയായിരിക്കും. ഓക്കെ, സോ ഈ ഇൻ്റർഫേസിൽ നിന്ന് ഓപ്പൺ ചെയ്താലും മറ്റേത് ഇൻ്റർഫേസിൽ നിന്ന് F11 ഓപ്പൺ ചെയ്താലും F11 സെയിം തന്നെയായിരിക്കും. ഈ F11 കൂടാതെ നമുക്ക് F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുകൂടെ പറയാം. നമ്മൾ ഫംഗ്ഷൻ F12 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ളൊരു കോൺഫിഗറേഷൻ ഇൻ്റർഫേസ് നമുക്ക് തുറന്നു വരും. ഈ F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷൻ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, F11 നമ്മൾ പറഞ്ഞ കോമൺ ഫീച്ചറാണ്, പക്ഷേ F12 എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷനാണ്. നമ്മൾ ഏത് ഇൻ്റർഫേസിൽ നിൽക്കുന്നു ആ ഇൻ്റർഫേസിൻ്റെ കോൺഫിഗറേഷൻ, ഞാൻ നിൽക്കുന്ന പേജ് ഏതാണോ ആ പേജിൻ്റെ കോൺഫിഗറേഷൻ ആയിരിക്കും എനിക്ക് തുറന്ന് വരാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ കോൺട്ര എന്ന് പറഞ്ഞൊരു വൗച്ചറിലാണ് നിൽക്കുന്നത്. കോൺട്ര വൗച്ചറിൽ ഞാൻ F12 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും, കോൺട്ര വൗച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫിഗറേഷൻസ് ആയിരിക്കും എനിക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ മറ്റേതെങ്കിലും വൗച്ചറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ്റർഫേസിൽ നിന്നാണ് F12 കൊടുക്കുന്നതെന്നാണ് F12 വേറൊരു വ്യത്യസ്തമായിട്ടൊരു കോൺഫിഗറേഷൻ ആയിരിക്കും കാണിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഞാൻ എസ്കേപ്പ് ചെയ്ത് ഞാൻ കോൺട്ര വൗച്ചറിനെ മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, F5 പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് വന്നു. പേയ്മെൻറ്റ് വൗച്ചറിൽ നിന്ന് ഞാൻ ഫംഗ്ഷൻ F12 കൊടുക്കുകയാണ് എന്താ, മുമ്പേ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺഫിഗറേഷൻ. പക്ഷേ F11 എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ നിന്ന് ഓപ്പൺ ചെയ്താലും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ F12 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർഫേസ് ടു ഇൻ്റർഫേസ് മാറിക്കൊണ്ടിരിക്കും. F11 കോമൺ ഫീച്ചേഴ്സ്, F12 നിൽക്കുന്ന ഇൻ്റർഫേസിൻ്റെ കോൺഫിഗറേഷൻ. അത്രമാത്രമാണ് F11 F12നെ പറ്റി പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ഏതൊക്കെ കേസിലാണെന്നുള്ളത് നമുക്കൊന്ന് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോൺട്ര എന്ന് പറഞ്ഞ വൗച്ചറിനെ പേര്. ഈ കാണുന്നതാണ് കോൺട്ര വൗച്ചർ. ഓക്കെ, സോ F4 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ 6 വൗച്ചേഴ്സ് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 6 നമുക്ക് എന്താണ് പ്രൈമറി വൗച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെയും വൗച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് എന്തുണ്ട്, F10 അത്ര വൗച്ചേഴ്സ് കണ്ടോ. ഈ ഓരോ ഷോർട്ട് കട്ട് കീസ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഏരിയയിലേക്ക് മൂവ് ചെയ്യാം. സോ F4 ആണ് ഞാൻ പ്രസ് ചെയ്യുമെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് പോകും, കോൺട്ര വൗച്ചറിലേക്ക് പോകും. F5 പ്രസ് ചെയ്യാൻ ഞാൻ നേരെ അങ്ങോട്ട് പോകും, ഞാൻ നേരെ പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് വരും. F6 പ്രസ് ചെയ്താൽ റെസിപ്റ്റിലേക്കും, F7 പ്രസ് ചെയ്താൽ ജേർണലിലേക്കും, F8 സെയിൽസിലേക്കും, F9 പർച്ചേസിലേക്കും. നമുക്കങ്ങനെ ഓരോ വൗച്ചേഴ്സ് നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെലക്ട് ചെയ്ത് നമ്മൾ ഏത് വൗച്ചറിലാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, നമുക്കിവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. സോ ഓരോ വൗച്ചർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, സെയിൽ, ജേർണൽ, സെയിൽസ്, പർച്ചേസ്. ഓരോ വൗച്ചേഴ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നുണ്ടോ. സോ ഈ ഓരോ വൗച്ചേഴ്സിനും ഓരോ ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഓരോ വൗച്ചറിനും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർഫേസ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് മേജറായിട്ടും വരുന്നതെങ്കിലും നമുക്ക് എന്താണ് ഓരോ വൗച്ചേഴ്സ് അതിൻ്റെ യൂട്ടിലൈസേഷൻ അനുസരിച്ച് ഇൻ്റർഫേസിലും വ്യത്യാസങ്ങൾ കാണും. സോ ഈ പറഞ്ഞ 6 വൗച്ചേഴ്സ് കൂടാതെ നമുക്ക് ഇനിയും വൗച്ചേഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, F10 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതർ വൗച്ചേഴ്സിലേക്ക്. സോ ഫംഗ്ഷൻ F10 ഞാൻ പ്രസ് ചെയ്യാണ്, അവിടെ ഞാൻ ഷോ ഇനാക്റ്റീവ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 4 ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും, 4 ടൈപ്പായിട്ട് സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വൗച്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ്, ഇൻവെൻ്ററി, ഓർഡർ, പേറോൾ. 4 ടൈപ്പ് വൗച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻ്ററി വൗച്ചേഴ്സ്, ഓർഡർ വൗച്ചേഴ്സ്, പിന്നെ പേറോൾ വൗച്ചേഴ്സ്. ഈ 4 ടൈപ്പ് വൗച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് അതിനകത്ത് ഏതൊക്കെയുണ്ട്, കോൺട്ര, ഡെബിറ്റ് നോട്ട്,
ക്രെഡിറ്റ് നോട്ട്, ജേർണൽ, മെമ്മോറാൻഡം, പർച്ചേസ്, പേയ്മെന്റ്, റെസിപ്റ്റ്, റിവേഴ്സിംഗ് ജേർണൽ, സെയിൽസ്. ഇത്രയാണ് നമുക്ക് എന്താണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. സോ അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ, ട്രാൻസാക്ഷൻസ്, നോർമൽ ജേർണൽ എൻട്രീസ്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒക്കെ നമുക്ക് അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇൻവെന്ററി വൗച്ചേഴ്സ്, ഇൻവെന്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ കാണിക്കാം. ഡെലിവറി, ഇന്ന മെറ്റീരിയൽ ഔട്ട്, ഫിസിക്കൽ സ്റ്റോക്ക്, അങ്ങനെയുള്ള ഒരുപാട് ജേർണൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ഇൻവെന്ററി വൗച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് കൂടാതെ ഓർഡർ വൗച്ചേഴ്സ്, ജോബ് വർക്കിൻ ഓർഡർ, ജോബ് വർക്കൗട്ട് ഓർഡർ, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, ഇങ്ങനെ ഓർഡറുകൾ കിട്ടുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഓർഡർ വൗച്ചേഴ്സ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് പേറോൾ വൗച്ചേഴ്സ് അല്ലെങ്കിൽ പേറോൾ സാലറി ആയിട്ട് സംബന്ധിച്ചുള്ള റെക്കോർഡിങ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പേറോൾ വൈസ് ആയിട്ട് നമുക്ക് എന്താണ് സാലറി ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ, ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് പേറോൾ വൗച്ചേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ 4 ടൈപ്പായിട്ട് നമുക്കിവിടെ വൗച്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ്, ഇൻവെന്ററി, ഓർഡർ, പേറോൾ. ഇതാണ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ. ഒരു അക്കൗണ്ട്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ 3 വൗച്ചേഴ്സ് ഉണ്ടെന്നേ പറയാറുള്ളൂ. അക്കൗണ്ടിങ്, ഇൻവെന്ററി, പിന്നെ നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അതൊരു സോഫ്റ്റ്വെയർ പെർസ്പെക്റ്റീവ് അല്ല, അക്കൗണ്ട്സ് പെർസ്പെക്റ്റീവിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്ത് വരാം. ഫംഗ്ഷൻ F4 പ്രസ് ചെയ്ത് കോൺട്രാ വൗച്ചർ, നമ്മുടെ പ്രൈമറി വൗച്ചറിലെ ആദ്യത്തെ ഈ വൗച്ചേഴ്സിനെ പ്രൈമറി വൗച്ചേഴ്സ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വൗച്ചേഴ്സ് ഈ പറഞ്ഞു. ഈ F10 നമ്മൾ കണ്ട എല്ലാ വൗച്ചേഴ്സൊന്നും എല്ലാ കമ്പനികൾക്കൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ മോസ്റ്റ് കോമൺലി എല്ലാ സ്ഥാപനങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അത്യാവശ്യമായിട്ട് വരുന്ന 6 വൗച്ചേഴ്സാണ് ഈ പറഞ്ഞ പ്രൈമറി വൗച്ചേഴ്സ്. കോൺട്രാ, പേയ്മെന്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്. ഈ പറഞ്ഞ 6 വൗച്ചേഴ്സ് എന്താണ് കോമൺലി എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും വരുന്ന വൗച്ചേഴ്സാണ്. ബാക്കിയുള്ള വൗച്ചേഴ്സ് ഒക്കെ ഓരോരോ സ്ഥാപനങ്ങളുടെ സൈസും അവരുടെ യൂട്ടിലൈസിങ് അവരുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ 6 വൗച്ചേഴ്സ് കോമൺ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വരുന്നതാണ്. ഓക്കെ, ഈ ഓരോ വൗച്ചേഴ്സും നമ്മൾ ഏതൊക്കെ കേസിലാണ് യൂട്ടിലൈസ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോൺട്രാ എന്ന് പറഞ്ഞ വൗച്ചറിനെ പറ്റി. കോൺട്രാ വൗച്ചർ ഏത് കേസിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? സോ കോൺട്രാ എന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കുന്നില്ല. കോൺട്രാ എന്ന് പറഞ്ഞ പേരിൽ അല്ലെങ്കിൽ ആ വൗച്ചർ ക്ലാസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ കോൺട്രാ വൗച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഇല്ലാത്ത ട്രാൻസാക്ഷൻസ്. ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ബിസിനസ്സിൻ്റെ HDFC ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ HDFCയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. ബിസിനസ്സിന് പുറത്തേക്ക് പൈസ പോയിട്ടുമില്ല, ബിസിനസ്സിന് അകത്തേക്ക് പൈസ വന്നിട്ടുമില്ല. ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഇൻഫ്ലോയും നടന്നിട്ടില്ല, ഔട്ട്ഫ്ലോയും നടന്നിട്ടില്ല. ബിസിനസ്സിന് പുറത്തേക്കും പണത്തിൻ്റെ ഒഴുക്കവും ഇല്ല, അകത്തേക്കും ഇല്ല. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ക്യാഷിൻ്റെയും ബാങ്കിൻ്റെ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ എന്താണ് ആ പറഞ്ഞ ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രാ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുക. സോ കോൺട്രാ വൗച്ചർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഏതാണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ ഇല്ലാത്ത ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട്സ് മാത്രം ഇൻവോൾവ് ആയി വരുന്ന ട്രാൻസാക്ഷൻസ്. അത് ക്യാഷ് ടു ക്യാഷ് ആകാം, ബാങ്ക് ടു ബാങ്ക് ആകാം, ക്യാഷ് ടു ബാങ്ക് ആകാം, ബാങ്ക് ടു ക്യാഷ് ആകാം, എങ്ങനെ വേണമെങ്കിലും. പക്ഷേ അതിനകത്ത് ഏതാണ്? ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും മാത്രമേ ഇൻവോൾവ് ആകത്തുള്ളൂ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് കോൺട്രാ എന്ന് പറഞ്ഞ യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് F5 പ്രസ് ചെയ്യാൻ നമുക്ക് ഫംഗ്ഷൻ F5 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ വൗച്ചറിലേക്ക് നമ്മൾ കിടക്കും. F5 പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നു, പേയ്മെന്റ് എന്ന് പറഞ്ഞ വൗച്ചറിലേക്ക് വന്നു. സോ പേയ്മെന്റ് എന്ന് പറഞ്ഞ വൗച്ചർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ആ പേരിൽ പറയുന്നുണ്ട്. പേയ്മെന്റ് വൗച്ചറിൽ തന്നെ എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? പേയ്മെന്റ്സിനെ റെക്കോർഡ് ചെയ്യാണെങ്കിൽ ബിസിനസ്സിന് പുറത്തേക്ക് പൈസ പോകുന്നത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഔട്ട്ഫ്ലോയെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പേയ്മെന്റ് എന്ന് പറഞ്ഞ വൗച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബിസിനസ്സിന് പുറത്തേക്കാണ് പൈസ പോകുന്നത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഒരു ട്രാൻസാക്ഷന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ട്രാൻസാക്ഷൻ ഏത് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് പറയാം? പേയ്മെന്റ് വൗച്ചറിലാന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫർണിച്ചർ എന്ത് ചെയ്യുന്നു? ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ട്രാൻസാക്ഷൻ നമുക്ക് എന്തിൽ കാണിക്കാം? പേയ്മെന്റ് വൗച്ചറിൽ കാണിക്കാം. നമ്മൾ സ്റ്റേഷനറി ചെക്ക് കൊടുത്ത് വാങ്ങിച്ചു, സ്റ്റേഷനറി അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നമുക്ക് പേയ്മെന്റ്. സോ ഒരു ട്രാൻസാക്ഷന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ ഏത് വൗച്ചറിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വൗച്ചറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകും. ഇനി മൂന്നാമത്തത് റെസിപ്റ്റ്. ഫംഗ്ഷൻ F6 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എ സെക്കൻഡ്, ഫംഗ്ഷൻ F6 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചറിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. റെസിപ്റ്റ് വൗച്ചറിലേക്ക് നമ്മൾ റെസിപ്റ്റും ആ പേരിൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വരവുകളെ കാണിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിനകത്തേക്ക് പൈസ വരുന്നതിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചർ യൂസ് ചെയ്യാം. ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഇൻഫ്ലോയെ കാണിക്കാൻ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബിസിനസ്സിനകത്തേക്ക് വരുന്നതിനെ കാണിക്കാൻ, ബിസിനസ്സിനകത്തേക്കുള്ള വരുമാനങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചർ യൂസ് ചെയ്യാം. സോ ഒരു ജേർണൽ എൻട്രി പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ ആ ട്രാൻസാക്ഷൻ ഏത് വൗച്ചറിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിട്ട് കാണിച്ചു. ക്യാഷ് അക്കൗണ്ട് ടു കമ്മീഷൻ റിസീവ്ഡ്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട്സ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വന്നത്. സോ ഡെബിറ്റ് സൈഡിലാണ് ഒരു ട്രാൻസാക്ഷൻ്റെ ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ എന്തായിരിക്കും? റെസീവ് വൗച്ചറായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ കോൺട്ര എന്ന് പറഞ്ഞ വൗച്ചർ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോ ഇല്ലാത്ത കേസസിൽ കാണിക്കാൻ. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ വൗച്ചർ ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഔട്ട്ഫ്ലോയെ കാണിക്കാൻ. റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചർ ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഇൻഫ്ലോയെ കാണിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F7 ജേർണൽ എന്ന് പറഞ്ഞ വൗച്ചറിൻ്റെ യൂട്ടിലൈസേഷൻ എന്തായിരിക്കാം? ഈ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും സെയിം പെർസ്പെക്റ്റീവ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാഷ് ഓർ ബാങ്കിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫംഗ്ഷൻ F7 പ്രസ് ചെയ്ത് ജേർണൽ വൗച്ചറിലേക്ക് ഞാൻ വന്നു. ഈ ജേർണൽ വൗച്ചർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അല്ല, അതിൻ്റെ യൂട്ടിലൈസേഷൻ എന്താണ്? ഈ ക്യാഷ് ഓർ ബാങ്ക് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ക്യാഷും ബാങ്കും മാത്രം ഇൻവോൾവ് ആവുന്നതായി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നതായി, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നതായി. ഇനി എന്ത് മാത്രമേ വരാവുള്ളൂ? ക്യാഷും ബാങ്കും ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻസിനെയും അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജേർണൽ എന്ന് പറഞ്ഞ വൗച്ചർ യൂസ് ചെയ്യാം. ഒരു ട്രാൻസാക്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ജേർണൽ എൻട്രിക്കകത്ത് എന്താണ്? ക്യാഷ് അക്കൗണ്ടും ഇല്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല. അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തിൽ റെക്കോർഡ് ചെയ്യാം? ജേർണൽ എന്ന് പറയുന്ന വൗച്ചറിൽ നമുക്കതിനെ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. സോ ജേർണൽ വൗച്ചർ എന്ന് നമ്മൾ യൂട്ടിലൈസ് എന്ന് ചോദിച്ചാൽ ക്യാഷും ബാങ്കും ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാനും, അതുപോലെ തന്നെ എന്താണ് ക്യാഷും ബാങ്ക് ഇൻവോൾവ് ആവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ട് അതിനകത്ത് ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ജേർണൽ വൗച്ചറിൽ തന്നെ നമുക്ക് അതിന് റെക്കോർഡ് ചെയ്യാം. സോ ജേർണൽ വൗച്ചറിൽ ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവുന്ന ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല മീൻ ചെയ്യുന്നത്. ജേർണൽ വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻസും അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷനകത്ത് ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമുക്ക് ജേർണൽ വൗച്ചറിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ 6 പ്രൈമറി വൗച്ചേഴ്സിലെ 4 എണ്ണമാണ് ഇപ്പോൾ കണ്ടത്. കോൺട്ര, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ. ഈ പറഞ്ഞ 4 എണ്ണത്തിനെ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ക്യാഷ് ഓർ ബാങ്ക് മാത്രമേ ഇൻവോൾവ് ആവുന്നത്. സെക്കൻഡ് വൺ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്ന കേസസിൽ. തേർഡ് വൺ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്ന കേസസിൽ. ആൻഡ് ഫോർത്ത് വൺ ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവാത്തതും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യും. സോ ഇനി തൊട്ട് താഴെ നമുക്കുള്ളതാണ് സെയിൽസും പർച്ചേസും. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, പേരിൽ തന്നെ എന്താണ്? സെയില്, പർച്ചേസ്. ഈ സെയിൽസ് വൗച്ചറും പർച്ചേസ് വൗച്ചറും ഫംഗ്ഷൻ F8 വരുന്ന സെയിൽസ് വൗച്ചറും പർച്ചേസ് വൗച്ചറും നമ്മൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻവെൻട്രി പരമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സ്റ്റോക്കിനെ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോക്കിനെ സെയിൽ ചെയ്യുന്നതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ വൗച്ചേഴ്സ്. ഇതിനല്ലാതെ ബാക്കിയുള്ള യൂട്ടിലൈസേഷന് വേണ്ടി യൂട്ടിലൈസ് നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ടും എല്ലാ സ്ഥാപനങ്ങളും സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് വൗച്ചർ യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ ഇൻവെൻട്രി പരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പർച്ചേസ് ചെയ്യുന്നതിനും സ്റ്റോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സെയിൽ ചെയ്യുന്നതിനും കാണിക്കാൻ വേണ്ടിയാണ് ഈ F8 സെയിൽസും F9 പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചേഴ്സും കൂടുതലായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. സോ അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി ഇൻവെൻട്രിയുടെ സെയിലിനെയും പർച്ചേസിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്കോർഡിക്കലി കാണിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വൗച്ചറിൻ്റെ യൂട്ടിലൈസേഷൻ എന്താണ്? മെയിൻലി നമുക്ക് എന്താണ്? നമുക്ക് ഇൻവെൻട്രി പരമായിട്ടുള്ള കാര്യങ്ങളെ പർച്ചേസിനും സെയിലിനും വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിൽസ് ആൻഡ് പർച്ചേസ് വൗച്ചർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ 6 പ്രൈമറി വൗച്ചേഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സെയിൽസ്, പർച്ചേസ്, കോൺട്ര, ജേർണൽ, റെസിപ്റ്റ്, പേയ്മെൻറ്റ്. 6 വൗച്ചേഴ്സ് നമുക്ക് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ 6 പറ്റിയിട്ടും ക്ലിയർ ആണ്. സോ ഓരോന്നിലേക്കും പോകാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഷോർട്ട് കീസ് ഉണ്ട്. F4, F5, F6, F7, F8, F9. ഇതിന് ബാക്കിയുള്ള വൗച്ചേഴ്സിലേക്ക് പോകാൻ കൊണ്ട് F10 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതർ വൗച്ചേഴ്സിൻ്റെ പേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സോ ഇത്രയാണ് നമ്മുടെ 6 പ്രൈമറി വൗച്ചേഴ്സിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പ്രൈമറി വൗച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ റെക്കോർഡ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനേക്കില്ല നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിലുള്ള ലിമിറ്റേഷൻസ്, ലെജർ ക്രിയേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോ വൗച്ചേഴ്സിനും ഏതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കേസിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അത് അങ്ങനെ തന്നെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം പറഞ്ഞ ഫംഗ്ഷൻ F4 പ്രസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കോൺട്ര എന്ന് പറഞ്ഞ വൗച്ചറിലേക്ക് തന്നെ നമുക്ക് കടന്നു തരാം. സോ കോൺട്ര വൗച്ചറിലേക്ക് നമ്മൾ എത്തിരിക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ ലെഡ്ജർ നമ്മുടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്താണ്, പക്ഷേ എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞ ലെഡ്ജർ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. സോഫ്റ്റ്വെയറിൽ നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന 2 ലെഡ്ജേഴ്സ് ഉണ്ട്. അതായത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത 2 ലെഡ്ജേഴ്സ്. ഒന്ന് ക്യാഷും രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ പറഞ്ഞ 2 അക്കൗണ്ടുകൾ മാത്രം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ലെഡ്ജേഴ്സിനെ ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ ആ ലെഡ്ജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ 2 ലെഡ്ജേഴ്സിനെ മാത്രം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർ നമുക്ക്
പ്രൊവൈഡ് ചെയ്ത് തരും. സോ ഫസ്റ്റ് കോൺട്രാ വൗച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കോൺട്രാ വൗച്ചറിൻ്റെ യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ കോൺട്രാ വൗച്ചർ ഏത് കേസിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ക്യാഷും ബാങ്കും മാത്രം ഇൻവോൾവ് ആയ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഞാനിപ്പോൾ ജസ്റ്റ് ക്യാഷിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും എനിക്ക് ആദ്യമേ വരാൻ വേണ്ടി പോകുന്നത്, കാരണം ഞാൻ എന്താണ് ഇതുവരെ എമൗണ്ടുകളൊന്നും ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല. സോ ഫസ്റ്റിലെ തന്നെ ക്യാഷിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും വരുന്നത്. സോ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിക്കുമ്പോൾ കണ്ടോ ഇവിടെ നെഗറ്റീവ് ബാലൻസിൻ്റെ കോളം ഇവിടെ വന്നിട്ടുണ്ട്. നെഗറ്റീവ് ബാലൻസ് AD എന്ന് പറഞ്ഞ എമൗണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് വീണ്ടും എൻ്റർ അടിക്കുന്നു. വീണ്ടും എൻ്റർ അടിച്ച് ഞാനിവിടെ പുതിയൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റിൻ്റെ ഓപ്ഷനിലേക്ക് പോകണം. ജസ്റ്റ് ക്രിയേറ്റിൻ്റെ ഓപ്ഷനിലേക്ക് കടക്കുന്നു. ക്രിയേറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഞാനിവിടെ ബാങ്ക് അല്ലെങ്കിൽ റാക്ക് ബാങ്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് കൊടുക്കുന്നു. സോ ലെഡ്ജർ ക്രിയേഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജേഴ്സിനെ പറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റാക്ക് ബാങ്ക് എന്ന് പറഞ്ഞ പേര് കൊടുത്തു, അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് കൊടുത്തു. സോ ബാങ്ക് അക്കൗണ്ട്സ് ചൂസ് ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട് ഹോൾഡർ നെയിം, അക്കൗണ്ട് ഹോൾഡർ ഡീറ്റെയിൽസ്, IBAN, സ്വിഫ്റ്റ് കോഡ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്ന ഗ്രൂപ്പിനനുസരിച്ച് എന്താണ് അത് വ്യത്യാസമായിട്ട് വരുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട്സ് ചൂസ് ചെയ്തെടുത്തുകൊണ്ടാണ് എന്ത് എനിക്ക് അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിമും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ മറ്റേതെങ്കിലും ഗ്രൂപ്പ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർഫേസ് ആയിരിക്കും എനിക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ചൂസ് ചെയ്തെടുക്കുന്നു. സോ അവിടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, IBAN, സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം ഒക്കെ ചോദിച്ചിരിക്കും. സോ മാൻഡേറ്ററി ആയിട്ട് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഫിൽ ഔട്ട് ചെയ്ത് തന്നെ പോകാറുള്ളൂ. പക്ഷേ എഡ്യൂക്കേഷണൽ വെർഷനിൽ നമ്മൾ എന്താണ് ഫിൽ ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഡമ്മി ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലല്ലോ കൊടുക്കാനൊക്കെ ഉണ്ട്, നമ്മളെല്ലാം ഡമ്മി നമ്പേഴ്സ് കൊടുക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫീൽഡിൽ അങ്ങ് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ നേരെ ഒന്നും ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നു അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, റാക്ക് ബാങ്കിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്താണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ വീണ്ടും ബാക്ക് സ്പേസ് വെച്ചു. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ രണ്ട് ലെഡ്ജസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്യാഷ്, ബാങ്ക്, രണ്ട് ലെഡ്ജസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ വീണ്ടും ക്രിയേറ്റിലേക്ക് പോകണം. ക്രിയേറ്റിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് കീ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. Alt+C ആണ് ക്രിയേറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. സോ ഞാനിവിടെ ക്രിയേറ്റിലേക്ക് പോകും. ക്രിയേറ്റിലേക്ക് വീണ്ടും പോയ ശേഷം ഞാൻ ജസ്റ്റ് പുതിയൊരു ലെഡ്ജറിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഞാനിവിടെ സാലറി എന്ന് പറഞ്ഞ ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു, അതിന് ഞാൻ സേവ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ അത് കാണിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്, നമുക്ക് കോൺട്രാ വൗച്ചറിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട്സിൻ്റെ ഇൻവോൾവ് ആയിരുന്ന ലെഡ്ജസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ പറഞ്ഞ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എക്സ്പെൻസാണ്. സോ എനിക്ക് കോൺട്രാ വൗച്ചറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ലെഡ്ജസും എന്താണ്, ഒന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിന് അണ്ടറിൽ വരുന്ന ആണെങ്കിൽ മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ അതിനെ കാണിക്കുള്ളൂ. ഞാനിവിടെ പെറ്റി ക്യാഷ് അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിനെ സേവ് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയുണ്ട്, ക്യാഷ് കാണിക്കുന്നുണ്ട്, പെറ്റി ക്യാഷ് കാണിക്കുന്നുണ്ട്, റാക്ക് ബാങ്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, സാലറി എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ കാണിക്കും. പെറ്റി ക്യാഷിനെ കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണ്, പെറ്റി ക്യാഷ് എന്നാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നത്. സോ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, കോൺട്രാ എന്ന് പറഞ്ഞ വൗച്ചറിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനെ കൊണ്ട് സാധ്യമാകത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ നേരെ എൻ്റർ അടിക്കുമ്പോൾ ഇതിനിവിടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, അക്സെപ്റ്റ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. എൻ്റർ അടിച്ച് എനിക്ക് അതിനെ എന്ത് ചെയ്യാം, നേരെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ട്രാൻസാക്ഷൻ സേവ് ആയതായിട്ട് നമുക്ക് കാണാം. സോ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സേവ് ആയതുകൊണ്ട് അടുത്ത ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ എത്ര വന്നു, 2 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട്. സോ കോൺട്രാ വൗച്ചറിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടി, കോൺട്രാ വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിൽ വരുന്ന അക്കൗണ്ട്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ഒരു ലെഡ്ജറും ഇവിടെ കാണിക്കത്തില്ല. ഞാൻ ക്രിയേറ്റിൽ വീണ്ടും പോയിട്ട് ഞാൻ റെൻ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിന് എന്തിൽ ചെയ്യുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ Ctrl+A പ്രസ് ചെയ്ത് ഞാൻ സേവ് ചെയ്തു. പക്ഷേ അതിനെ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ലിസ്റ്റിൽ ഇവിടെ കാണിക്കുന്നില്ല. എൻ്റെ ലിസ്റ്റിൽ ഇതിനെ കാണിക്കുന്നുണ്ടോ, ഇല്ല. ക്യാഷും ബാങ്കും, ക്യാഷ്, പെറ്റി ക്യാഷ്, ബാങ്ക്, ഈ 3 അക്കൗണ്ട് മാത്രമേ എപ്പോഴും കാണിക്കുന്നുള്ളൂ. കാരണം എന്താണ്, കോൺട്രാ വൗച്ചറിൻ്റെ ലിസ്റ്റിൽ ഒരു ഐറ്റത്തിനെ കാണിക്കണമെങ്കിൽ അതെന്താണ്, അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് ഈ പറഞ്ഞ 2 ഗ്രൂപ്പ്സിന് അണ്ടറിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അത് നമ്മുടെ ലിസ്റ്റിൽ പോലും കാണിക്കത്തുള്ളൂ. സോ രണ്ടാമത്തെ വൗച്ചർ കോൺട്രാ വൗച്ചർ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ വൗച്ചർ പേയ്മെൻറ്റ് വൗച്ചർ. പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, റെൻറ്റ്, സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ എന്ന 2 ഐറ്റംസിനെ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റാക്ക് ബാങ്ക്,
പെറ്റി ക്യാഷ്, ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ലിസ്റ്റിൽ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഡെബിറ്റ് ആണ്. സോ പെറ്റി ക്യാഷ് അല്ല, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ വൗച്ചറിൽ നമുക്ക് ഒരിക്കലും എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യേണ്ട കാശ്. പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്ന കേസിലാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഞാനവിടെ റെൻറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു എമൗണ്ട് ഒരു 1000 കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പം താഴേക്ക് വരുമ്പോൾ എൻ്റെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ വന്നിട്ടുണ്ട്. ക്യാഷ് വന്നിട്ടുണ്ട്, പെറ്റി ക്യാഷ് വന്നിട്ടുണ്ട്, റാക്ക് ബാങ്ക് വന്നിട്ടുണ്ട്, റെൻറ്റും സാലറി വന്നിട്ടുണ്ട്. സോ ഞാൻ ക്യാഷ് ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ക്യാഷിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. ബാങ്ക് ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്കിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. പെറ്റി ക്യാഷ് ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ പെറ്റി ക്യാഷിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. സോ ഏത് അക്കൗണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അക്കൗണ്ടിനെ ചൂസ് ചെയ്ത് കൊടുക്കാനെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. പെറ്റി ക്യാഷ് ഞാൻ ഓൾറെഡി ബാലൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്കിവിടെ നെഗറ്റീവ് ബാലൻസ് വരാത്ത. ബാക്കി 2 അക്കൗണ്ട് ചൂസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ബാലൻസ് വന്നായിരുന്നു. അതായത് ഞാനിവിടെ റാക്ക് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ചൂസ് ചെയ്തെടുത്തെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ നെഗറ്റീവ് ബാലൻസ് വന്നിരിക്കുന്നുണ്ടോ. പകരം ഞാൻ പെറ്റി ക്യാഷ് മുമ്പേ ചെയ്ത് പെറ്റി ക്യാഷിൽ കോൺട്രാ വൗച്ചറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പെറ്റി ക്യാഷിലേക്ക് ക്യാഷ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തായിട്ട് കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് പെറ്റി ക്യാഷിൻ്റെ എന്താണ് നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നത്. അതിനെപ്പറ്റി അല്ലെങ്കിൽ എമൗണ്ടിനെ പറ്റി നിങ്ങൾ കൂടുതലായി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ഞാൻ എൻ്റർ അടിക്കുന്നു. ഓക്കെ, സോ ബാക്ക് സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത്. എനിക്ക് വീണ്ടും ഒരു ഡെബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക, ഡി പ്രസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ജസ്റ്റ് ഞാൻ ഈ അക്കൗണ്ട് റിമൂവ്. ഇപ്പോൾ വീണ്ടും ഡെബിറ്റ് വന്നപ്പോൾ അതിനകത്ത് ഏതൊക്കെയേ അക്കൗണ്ട്സേ ഉള്ളൂ, റെൻറ്റും സാലറിയും മാത്രമേ വരുന്നുള്ളൂ. അതായത് വീണ്ടും ഡെബിറ്റിൻ്റെ പെർസ്പെക്റ്റീവ് വന്നപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഡെബിറ്റിൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ നമ്മളിപ്പോൾ ചൂസ് ചെയ്തെടുക്കണ്ടോ. ക്രെഡിറ്റ് മാറ്റി നമ്മൾ എന്താക്കി കൊടുത്തു, ഡെബിറ്റ് ആക്കി കൊടുത്തു. ഡെബിറ്റ് ആക്കി കൊടുത്തപ്പോൾ വീണ്ടും നമുക്ക് ഏതൊക്കെ മാത്രമേ ഉള്ളൂ, നമുക്ക് റെൻറ്റും സാലറിയും മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള അക്കൗണ്ട്സ് ഒന്നും നമുക്ക് അവിടെ കയറി വന്നിട്ടില്ല. സോ പക്ഷേ എനിക്ക് പേയ്മെൻറ്റ് വച്ചിൽ എനിക്കൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടും ബാങ്കിനെ കാണിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ബി എന്ന് ടൈപ്പ് ചെയ്താൽ എന്ത് കാണിക്കും, എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ കാണിക്കും. ഞാൻ സി എന്ന് ടൈപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, എൻ്റെ ക്യാഷ് അക്കൗണ്ട് ആ ലിസ്റ്റിൽ കാണിക്കും. പക്ഷേ പേയ്മെൻറ്റ് വച്ചിൽ നമുക്കൊരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് 100 കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ റാക്ക് ബാങ്ക് ആയിരുന്നു ചൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് വിചാരിക്കുക. ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആയിട്ട് റാക്ക് ബാങ്കിന് വരെ ഞാൻ എന്ത് ചെയ്തു, റെൻ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ വീണ്ടും ചൂസ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ട്രാൻസാക്ഷൻ എനിക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എറർ മെസ്സേജ് കാണാൻ സാധിക്കും, നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ്. സോ നമുക്ക് എന്താണ്, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ വൗച്ചറിൽ നമുക്കൊരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ആ വൗച്ചറിൽ ഒരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കും, ഇങ്ങനൊരു മെസ്സേജ് കാണിക്കും, നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ്. സോ പേയ്മെൻറ്റ് എന്ന വൗച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നിർബന്ധമായിട്ട് എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിനെ ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് നമുക്കതിനെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ പെറ്റി ക്യാഷിൻ്റെ അക്കൗണ്ട് ചൂസ് ചെയ്തെടുക്കുകയാണ്. എമൗണ്ട് CR കൊടുത്ത് ക്രെഡിറ്റ് കൊടുത്ത് പെറ്റി ക്യാഷ് കൊടുത്ത് എമൗണ്ട് 10,000 കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ, സേവ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ നിന്ന് വരുന്നുണ്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരു തവണ എൻ്റർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ സേവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ നമുക്ക് എന്താണ് പേയ്മെൻറ്റ് വൗച്ചറിലുള്ള ട്രാൻസാക്ഷനെ സേവ്. സോ പേയ്മെൻറ്റ് വൗച്ചറിൽ നമുക്ക് ഒരു ട്രാൻസാക്ഷനെ സേവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് എന്താണ് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആയിരിക്കണം. മൂന്നാമത് ഫംഗ്ഷൻ F6 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് വരാം, റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചറിലേക്ക് നമുക്ക് വരാം. റെസീവ് വൗച്ചറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും കോൺട്രാ വൗച്ചറിനും റെസീവ് വൗച്ചറിനും ഒരു പ്രത്യേകതയുണ്ട്. കോൺട്രാ വൗച്ചറിൻ്റെ ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആണ് ചോദിച്ചത്, അതുപോലെ തന്നെ റെസീവ് വൗച്ചറിൻ്റെ ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആണ് ചോദിക്കുന്നത്. നമുക്ക് നോർമലി എല്ലാ ജേർണൽ എൻട്രീസ് നമ്മൾ എന്താണ് ഡെബിറ്റിൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ കോൺട്രാ എന്ന് പറഞ്ഞ വൗച്ചറിനും റെസിപ്റ്റ് എന്ന് പറഞ്ഞ വൗച്ചറിനും മാത്രം നമുക്ക് എന്താണ് ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ക്രെഡിറ്റിൻ്റെ പെർസ്പെക്റ്റീവ്. സോ ഇവിടെ നമുക്ക് എന്ത് കാണിക്കുന്നില്ല, ക്യാഷ് ഓർ ബാങ്കിനെ കാണിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടിനെ ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഡെബിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടിനെ ചൂസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കും, ക്യാഷ് ഓർ ബാങ്കിനെ നമുക്ക് ലിസ്റ്റിൽ കാണിക്കുന്നത് കണ്ടോ. ഇപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ക്യാഷ് പെറ്റി ക്യാഷ് എന്ന അക്കൗണ്ട്സൊക്കെ നമുക്ക് ലിസ്റ്റിൽ കയറി, ക്യാഷ് അക്കൗണ്ട് പെറ്റി ക്യാഷ് റാക്ക് ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട്സൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ ലിസ്റ്റിൽ കാണിക്കും. പക്ഷേ ഡെബിറ്റ് സൈഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞ അക്കൗണ്ട്സ് ഒന്നും നമുക്ക് കാണിക്കുന്നതല്ല. സോ ക്രെഡിറ്റ് സൈഡിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോഴേ നമുക്ക് എന്താണ് ഈ പറഞ്ഞ അക്കൗണ്ട്സ് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ പെറ്റി ക്യാഷ് ആരും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റാക്ക് ബാങ്ക് ആരും ചൂസ് ചെയ്യുമ്പോൾ ബൈ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ വീണ്ടും ഇവിടെ റെൻറ്റ് തന്നെ ചൂസ് ചെയ്തെടുത്താൽ ഇവിടെ നമുക്ക് ആ ട്രാൻസാക്ഷനെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കണ്ടോ ഇവിടെ എന്ത് തന്നെ വരുന്നുണ്ട്, അതേ സെയിം എറർ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്, നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എടുക്കുമ്പോൾ നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്നാണ് വന്നതെങ്കിൽ ഇപ്പോൾ നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ? ഓക്കെ, സോ ബാക്കിയായിട്ട് പറയാം.
അതാണ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ വോച്ചർ. സോ റെസിപ്റ്റ് വോച്ചറിൽ നമുക്ക് ട്രാൻസാക്ഷനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തന്നെ നേരെ എൻ്റർ അടിക്കൽ നമുക്ക് എന്തോന്നു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് കയറിയുന്നുണ്ട്. ജസ്റ്റ് ഒരു തവണ എൻ്റർ അടിക്കുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കതിനെ സേവ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. സോ ഇനി നമുക്കുള്ളത് ഫംഗ്ഷൻ F7 പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജേർണൽ വോച്ചറിലേക്ക്. സോ ജേർണൽ വോച്ചറിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്താണ് ജേർണൽ വോച്ചർ എന്താണ്, ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻ, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും പെർസ്പെക്റ്റീവ്സ് ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻസിനെയും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ജേർണൽ വോച്ചറിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് ഓർ ബാങ്കിനെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ റെൻറ്റ് യൂസ് ചെയ്തെടുക്കുന്നു, ഒരു എമൗണ്ട് കൊടുത്തതിന് ശേഷം ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോഴെന്താണ് ക്യാഷ് ഓർ ബാങ്ക് കാണിക്കുന്നില്ല. സോ ജേർണൽ വോച്ചർ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്, ജേർണൽ വോച്ചർ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവാത്ത ട്രാൻസാക്ഷൻസിനെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷനകത്ത് ക്യാഷ് ഓർ ബാങ്ക് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഇതാണ് നമ്മുടെ പ്രൈമറി വോച്ചേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്. ജേർണൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വോച്ചേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി സെയിൽസ് ആൻഡ് പർച്ചേസ് അല്ലെങ്കിൽ നമുക്ക് ഇൻവെൻട്രി വരാനുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ള രണ്ട് വോച്ചേഴ്സ് ഏതൊക്കെയാണ്, സെയിൽസും പർച്ചേസും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് F8 സെയിൽസ്, F9 പർച്ചേസ്. പക്ഷേ ആദ്യം നമ്മൾ സെയിൽസ് വോച്ചറിലെ അല്ലെങ്കിൽ പർച്ചേസ് വോച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നേരെ എസ്കേപ്പ് ചെയ്ത് നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് വൗച്ചേഴ്സിന് തൊട്ട് താഴെയുന്നുണ്ട് ഡേ ബുക്കിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഡേ ബുക്ക് ചൂസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തു, നമ്മൾ 3 ട്രാൻസാക്ഷൻസ് സേവ് ചെയ്തു. ഒന്ന് കോൺട്രാ വോച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്തു, പേയ്മെൻറ്റ് വോച്ചർ റെക്കോർഡ് ചെയ്തു, റെസിപ്റ്റ് വോച്ചർ റെക്കോർഡ് ചെയ്തു. ജേർണൽ വോച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തില്ല, അതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത്. സോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കോൺട്രാ വോച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനെ കൊണ്ട് Alt F1 എന്ന് പറയുന്ന കീ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ഡീറ്റെയിൽഡ് കാണാൻ സാധിക്കും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഫസ്റ്റ് നമ്മൾ കോൺട്രാ വോച്ചറിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ, പേയ്മെൻറ്റ് വോച്ചറിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ, റെസിപ്റ്റ് വോച്ചറിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ്. ഈ 3 നമ്മൾ എന്താണ് നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലാണ് നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സ് നമുക്ക് ഡേ ബുക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റംസിൻ്റെയും റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് വോച്ചറിലും സെയിൽസ് വോച്ചറിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഐറ്റംസിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഡേ ബുക്കിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് അതിലേക്ക് ഇതിന് ശേഷം നമുക്ക് ഡൈവ് ചെയ്യാൻ നമുക്ക് നേരെ വീണ്ടും നമ്മൾ വോച്ചേഴ്സിലേക്ക് വരുന്നു. ഫസ്റ്റ് നമ്മൾ സെയിൽസ് അല്ല നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്ന F9 പ്രസ് ചെയ്ത് പർച്ചേസ് വോച്ചറിലേക്ക് പോകും. സോ പർച്ചേസ് എന്ന് പറഞ്ഞ വോച്ചർ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്, നമുക്ക് ഇൻവെൻട്രിയെ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റംസിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ വോച്ചേഴ്സ്. ഓക്കെ, സോ നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ഇപ്പോൾ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ നേരെ ജസ്റ്റ് വൗച്ചർ എങ്ങനെയാണ് വരുമെങ്കിൽ ഈ വൗച്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചോദിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻവോയ്സ് നമ്പർ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫിൽ ഔട്ട് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ് ഈ പറയുന്ന സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്ന ഇൻഫർമേഷൻ. പക്ഷേ നമ്മൾ എഡ്യൂക്കേഷൻ വെർഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എന്തെങ്കിലും നമ്പർ കൊടുക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ഉണ്ട്, മെമ്പേഴ്സ് എന്തെങ്കിലും കൊടുത്താൽ മതി, നിർബന്ധമായിട്ട് അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടെങ്കിലും എഡ്യൂക്കേഷണൽ വെർഷനിൽ അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. പക്ഷേ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സപ്ലൈ ഇൻവോയ്സ് നമ്പർ കൊടുത്ത് തന്നെ വേണം മുമ്പോട്ട് പോകാൻ. തൊട്ട് താഴെ പാർട്ടി ഓർ അക്കൗണ്ട് നെയിം. നമുക്ക് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, ക്യാഷിന് പർച്ചേസ് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആരുടെ കയ്യിലാണോ കടത്തിന് വാങ്ങിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വേണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്കിവിടെ ഇപ്പോൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്, ക്യാഷ്, പെറ്റി ക്യാഷ്, റാക്ക് ബാങ്ക്, ഈ 3 അക്കൗണ്ട്സാണ് നമുക്കിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ കാണിക്കുന്നത്. ഇനി ഇവർ 3 അല്ലാതെ നമ്മൾ കടത്തിനാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ വ്യക്തിയെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ ഞാൻ ജസ്റ്റ് ഒരു ക്രെഡിറ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. ഞാനിവിടെ ഹൈഫെക്സ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പാച്ച് ഡീറ്റെയിൽസ് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കുന്നില്ല, കൺട്രോൾ എ കൊടുത്ത് ഈ ഫീൽഡ് സ്കിപ്പ് ചെയ്യുന്നു. പാർട്ടി ഡീറ്റെയിൽ കയറി വന്നിട്ടുണ്ട്, കൺട്രോൾ എ കൊടുത്ത് ഈ ഫീൽഡിനെ സ്കിപ്പ് ചെയ്യുന്നു. നേരെ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ കോളത്തിലേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ സ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ബൈസൈക്കിൾ എന്നൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ബൈസൈക്കിൾ കൊടുക്കുന്നു, അത് പ്രൈമറി രണ്ടറിൽ കൊടുക്കുന്നു. തൊട്ട് താഴെ വെച്ചിരിക്കുന്ന യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളിതിനെ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. ഞാനിവിടെ പുതിയൊരു യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണം. ഞാൻ ക്രിയേറ്റ് കൊടുത്തിട്ട് ഞാൻ NOS എന്ന് പറഞ്ഞൊരു യൂണിറ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർമൽ നെയിമായിട്ട് നമ്പേഴ്സ്, ഡെസിമൽ പ്ലേസ് ഒന്നും കൊടുക്കുന്നില്ല. ടാക്സിബിലിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കയറി വന്നിട്ടുണ്ട്, ടാക്സിബിൾ 5% ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നത്. കാരണം UAE ടാക്സ് എല്ലാ ഐറ്റംസിനും എന്താണ് 5% തന്നെയാണ്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ശേഷം അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം, റേറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പർച്ചേസിന്
റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പർച്ചേസ് നമുക്ക് ഓരോരോ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെന്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ വൗച്ചർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വീണ്ടും എൻ്റർ അടിക്കാൻ നമുക്ക് അവിടെ അക്കൗണ്ട് ഡീറ്റെയിൽ ചോദിക്കാൻ ജസ്റ്റ് അവിടെ സെയിൽസ് എന്ന ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടർ സെയിൽസ് അക്കൗണ്ട് നമുക്ക് പർച്ചേസ് ആയിരുന്നു ചോദിക്കും. സെയിൽസ് പർച്ചേസ് നമ്മളിപ്പോൾ പർച്ചേസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ വൗച്ചറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മിസ്റ്റേക്ക്, പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ്. ലെഡ്ജർ ക്രിയേഷനെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ഇൻ്റർഫേസ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞ വൗച്ചർ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് മാത്രം നോക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട് ലിസ്റ്റ് സ്റ്റോക്ക് ഐറ്റം ഇപ്പോൾ എന്തുകൊണ്ട് ബൈസൈക്കിൾ എന്ന് പറഞ്ഞ ഐറ്റം വന്നിട്ട് അടുത്ത ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ക്രിയേറ്റ് അല്ലെങ്കിൽ ഓൾട്ട് സി കൊടുക്കാം. ഓൾട്ട് സി ആണ് ക്രിയേറ്റിൻ്റെ ഷോർട്ട് കീ. നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്, മോട്ടോർ ബൈക്ക്. അതും പ്രൈമറി ആയിട്ടുള്ള യൂണിറ്റ് NOS തന്നെ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി 100 കാണിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഓരോരോ ഐറ്റംസിനെ പർച്ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നു. സോ ഇതാണ് വൗച്ചേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്തു, പർച്ചേസിനെ പറ്റി വൗച്ചറിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ സേവ് ചെയ്തു. ഞാൻ ടാക്സ് ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല, ജസ്റ്റ് നേരെ ന്യൂ റെഫറൻസ് കൊടുത്ത് ഞാൻ അതിനെ എന്താണ് ഞാൻ സേവ് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസിനെ റെക്കോർഡ് ചെയ്യാം. ഫംഗ്ഷൻ F8 പ്രസ് ചെയ്ത് സെയിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ക്യാഷ് യൂസ് ചെയ്ത് കൊടുക്കുന്നു. നേരെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, നമ്മുടെ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ബൈസൈക്കിൾ എന്ന് പറഞ്ഞ ഐറ്റം നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മൾ പർച്ചേസ് ചെയ്ത 2 ഐറ്റംസ് നമുക്കിവിടെ സ്റ്റോക്ക് ഐറ്റം കാണിക്കും. സോ പർച്ചേസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് സെയിൽസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെൻട്രിയുടെ പർച്ചേസിനെ സെയിലിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ നിങ്ങൾ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും കൂടുതൽ ഇപ്പോൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം ക്രിയേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടി ക്രിയേഷനോ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ വൗച്ചേഴ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സോ നമ്മുടെ 6 പ്രൈമറി വൗച്ചേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പാർട്ടീസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതൊന്നുമല്ല. നമ്മൾ ഈ വൗച്ചേഴ്സ് ഏത് കേസിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ പറ്റി മാത്രം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. സോ അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ until we meet again, നമുക്ക് ഈ സെഷൻ വൈൻഡ് ചെയ്യുകയാണ്. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. ബൈ ബൈ.